ഇസ്ലാമോഫോബിയയെ വിവിധ വിഭാഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് സ്വയം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഹിന്ദു ഫാഷിസ്റ്റുകളുണ്ട്, ഇടതുപക്ഷക്കാരുണ്ട്, ലിബറലുകളുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, സ്ത്രീവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്. എന്തിനധികം പറയുന്നു, കേരളവും മുസ്ലിങ്ങളും പോലും പല സാഹചര്യങ്ങളിലും ഇസ്ലാമോഫോബിയയുടെ ഭാഗമായി മാറുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇവരുടെ എല്ലാവരുടെയും ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരുപോലെയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. വിവിധ ഗ്രൂപ്പുകളുടെ ഇസ്ലാമോഫോബിയയുടെ അളവിലും തോതിലും അതിൻ്റെ സ്വഭാവത്തിലും വ്യത്യാസങ്ങളുണ്ടോ എന്ന ചോദ്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് എല്ലാ ഇസ്ലാമോഫോബിയയും ഒരുപോലെ കണ്ടാൽ പിന്നെ ഇസ്ലാമോഫോബിയയെക്കുറിച്ചുള്ള വിശകലനത്തിന് വല്ല അർത്ഥവും ഉണ്ടോ? പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലരും പറയുന്നൊരു കാര്യമുണ്ട്: ഇന്ന വിഭാഗത്തിലാണ് ഇസ്ലാമോഫോബിയ കൂടുതലുള്ളത്, അതുകൊണ്ട് അവരാണ് ഏറ്റവും വലിയ ഇസ്ലാമോഫോബുകൾ. എന്നാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എണ്ണം കൂടുതലുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു ഗ്രൂപ്പ് കൂടുതൽ ഇസ്ലാമോഫോബിക് ആകുമോ? അല്ലെങ്കിൽ എണ്ണം കുറവായതുകൊണ്ട് മറ്റൊരു ഗ്രൂപ്പ് ഇസ്ലാമോഫോബിക് അല്ലാതാകുമോ? ആ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതല്ലേ. ഇസ്ലാമോഫോബിയയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്തരം നമ്മുടെ മുന്നിൽ ഇത്തരം നിരവധി സംശയങ്ങളും ചോദ്യങ്ങളും ഉയരാറുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലും ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ഇസ്ലാമോഫോബിയ റിസർച്ച് കളക്റ്റീവ് 2024 ജനുവരി മുതൽ പുറത്തുവിടുന്ന ഇസ്ലാമോഫോബിയ റിപ്പോർട്ടുകൾ കേരളീയ മാസികയിലും അതിൻ്റെ ഓൺലൈൻ പതിപ്പിലും നമുക്ക് വായിക്കാവുന്നതാണ്. ഈ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ ഓരോ മാസവും ഏകദേശം 200-നടുത്ത് ഇസ്ലാമോഫോബിക് സംഭവങ്ങളും 40 മുതൽ 50 വരെ വിദ്വേഷ പ്രചാരണങ്ങളും രേഖപ്പെടുത്തുന്നു. അത്ര ഉണ്ട്. അതായത് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരു മൂർത്ത യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ റിപ്പോർട്ടുകൾ തന്നെ സൂക്ഷിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇസ്ലാമോഫോബിക് സംഭവങ്ങളുടെയും മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രചാരണങ്ങളുടെയും പ്രധാനപ്പെട്ട ഉറവിടം എന്ന് പറയുന്നത് സംഘ് പരിവാറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രായോഗിക പഠനവും സൈദ്ധാന്തിക സമീപനവും പ്രകാരം ഇന്ത്യൻ സാഹചര്യത്തിൽ നോക്കിയാൽ ഇസ്ലാമോഫോബിയയുടെ പ്രാഥമിക ഉൽപ്പാദകർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി സംഘ് പരിവാറാണ് എന്നതാണ് വസ്തുത. ഇനി ആഗോള സാഹചര്യത്തിൽ ഇസ്ലാമോഫോബിയ പഠനങ്ങൾ പലപ്പോഴും സാമ്രാജ്യത്വ ശക്തികളുടെയും രാഷ്ട്രങ്ങളുടെയും പങ്കിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ ഇന്ത്യൻ സാഹചര്യത്തിൽ അതിൻ്റെ പ്രധാന ഉൽപ്പാദക ശക്തിയായി സംഘ് പരിവാരത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷമാകട്ടെ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളാകട്ടെ, ലിബറലുകളാകട്ടെ, ചില സ്ത്രീവാദികളാകട്ടെ, യുക്തിവാദികളാകട്ടെ, എന്തിനേറെ പറയുന്നത് മുസ്ലിങ്ങൾ തന്നെ ആകട്ടെ, ഇവർ പലപ്പോഴും വളരെ തത്വാധിഷ്ഠിതമായി ഇസ്ലാമോഫോബിയെ എതിർക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരെ എതിർക്കുമ്പോഴും പ്രായോഗികമായി ഇസ്ലാമോഫോബിയയുടെ വാഹകരായി മാറാനുള്ളൊരു സാധ്യതയുണ്ട്. വാഹകർ എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കേണ്ടത്, അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത്, അവർ നിർബന്ധമായും ഇസ്ലാമോഫോബിയയുടെ ബോധപൂർവമായ ഉൽപ്പാദകരാണ് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അവർ ഉൽപ്പാദകരല്ല, മറിച്ച് നമുക്ക് താല്പര്യമില്ലെങ്കിലും പലപ്പോഴും നാം അറിയാതെയോ അറിയിച്ചോ നാം തന്നെ എതിർക്കുന്ന സാമൂഹ്യ കാഴ്ചപ്പാടുകളിൽ വാഹകരെ നമ്മൾ തന്നെ മാറുന്നു എന്നൊരു യാഥാർത്ഥ്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിയയുടെ ഉൽപ്പാദകരെയും ഇസ്ലാമോഫോബിയയുടെ വാഹകരെയും വേർതിരിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കേണ്ടതുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കി പോകണം. വാഹകരുടെ ഇസ്ലാമോഫോബിയയെ എതിർക്കേണ്ടതില്ല എന്നല്ല നമ്മൾ പറയുന്നത്. വാഹകരുടെ ഇസ്ലാമോഫോബിയയും തീർച്ചയായും എതിർക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഇസ്ലാമോഫോബിയയുടെ പ്രാഥമിക ഉൽപ്പാദകരെ തിരിച്ചറിയാതെ, അതായത് പ്രാഥമികമായി ആരാണിത് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ തിരിച്ചറിയാതെ, അവരെ കേന്ദ്രബിന്ദുവിൽ നിർത്തിയുള്ള വിശകലനം ഇല്ലാതെ വാഹകരുടെ ഇസ്ലാമോഫോബിയെ മാത്രം എതിർക്കുന്നത് രാഷ്ട്രീയപരമായി സാമൂഹ്യപരമായി വളരെ അപൂർണമായൊരു സമീപനമായിരിക്കും. ഉദാഹരണത്തിന് എൻ്റെ പ്രിയപ്പെട്ട CPM നേതാക്കൾ നടത്തുന്ന ഇസ്ലാമോഫോബിക് പ്രസ്താവന നമുക്ക് എടുത്തു നോക്കാം. തീർച്ചയായും അവ വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ
അത് CPM ഹിന്ദു ഫാഷിസത്തിന് സമാനമാണ് എന്നതിനാൽ മാത്രമല്ല നമ്മൾ വിമർശിക്കേണ്ടത്. മറിച്ച് എൻ്റെ പ്രിയപ്പെട്ട CPM തന്നെ പ്രഖ്യാപിക്കുന്ന മതേതര ജനാധിപത്യ നിലപാടുകളെ അത് എതിർക്കുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നതിനാലാണ്. അതോടൊപ്പം തന്നെ അവരുടെ സൈദ്ധാന്തിക കാഴ്ചപ്പാടുകളുടെ പരിമിതികളും സാമൂഹിക ധാരണകളിലെ പ്രശ്നങ്ങളും അതിൽ പ്രവർത്തിക്കുന്നുണ്ടാവാം. അത് ഡിഫറൻറ്റ് ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ അവരെ ഇസ്ലാമോഫോബിയയുടെ പ്രാഥമിക ഉൽപ്പാദകരുമായി തുല്യം ചാർത്തുന്ന അല്ലെങ്കിൽ തുല്യമാക്കുന്ന സമീപനം ഒട്ടുമേ ശരിയല്ല. അതേസമയം വാഹകരുടെ ഇസ്ലാമോഫോബിയ അതൊരു തരത്തിലുള്ള തീർച്ചയായിട്ടും അത് ഇസ്ലാമോഫോബിയ തന്നെയാണ്. പക്ഷേ അത് ഉൽപ്പാദകരുടെ ഇസ്ലാമോഫോബിയേക്കാൾ വ്യത്യസ്തമായ തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും അതൊരുപടി താഴെയുള്ളതായിരിക്കും. എന്നാൽ അത് വളരെ നിരപരാധമാകുന്നില്ല. ഇസ്ലാമോഫോബിയെക്കുറിച്ചുള്ള ശരിയായ സമീപനം ഈ വ്യത്യാസം നമ്മൾ തിരിച്ചറിയുന്നതിലാണ്. അതായത് എല്ലാവരെയും നമ്മൾ ഒരേ നിലയിൽ ഇസ്ലാം ഫോബിക് എന്ന് വിളിച്ചാൽ വിശകലനത്തിലെ കൃത്യത നഷ്ടപ്പെടും. അതുപോലെ പ്രാഥമിക ഉൽപ്പാദകരെ മാത്രം ചൂണ്ടിക്കാണിച്ച് വാഹകരുടെ പങ്ക് മറച്ചു വെച്ചാലും വിശകലനം അപൂർണമാകും. അതുകൊണ്ട് ഇസ്ലാമോഫോബിയ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഉൽപ്പാദകരെയും വാഹകരെയും അവരിലുള്ള വ്യത്യാസങ്ങളെയും അവർ തമ്മിലുള്ള ബന്ധങ്ങളെയും ഒരുമിച്ച് കാണേണ്ടതുണ്ട്.